നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ കൊല്ലം വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ഓഫീസിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. എൻ്റെ പിറകിൽ ഇവിടുത്തെ കൊല്ലത്തെ MLA ആയിരുന്ന ശ്രീ മുകേഷ്, അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ വെക്ടർ യൂണിറ്റിന് സംഭാവന ചെയ്ത ഒരു വാഹനമാണ്. ഈ വാഹനം ഏതാണ്ട് കഴിഞ്ഞ 3 മാസത്തോളമായി ഇതിന്റെ ഇൻഷുറൻസ് തീർന്നിട്ട് അത് ഓട്ടിക്കാൻ പറ്റാതെ ഇവിടെ കിടക്കുകയാണ്. ഈ വെക്ടർ യൂണിറ്റിന്റെ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിൽ തന്നെ വിവിധ പ്രാണി, അതുപോലെ കൊതുക്, മറ്റുള്ള ജന്തുക്കളായിട്ടുള്ളവർക്കുള്ള രോഗം പടർത്തുന്നത് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, മന്ത്, അതേപോലെ നിരവധി ഈ രോഗങ്ങൾ പരത്താതിരിക്കാനും അത് ജനങ്ങളുടെ സുരക്ഷത്തിനും ആരോഗ്യ വകുപ്പിന്റെ കീഴിലാണ്. ഇതിന്റെ ഉത്തരവാദിത്വവും ചുമതലയും കൊല്ലത്തെ DMOയ്ക്കാണ്. പക്ഷെ ഇവിടെ ബയോളജിസ്റ്റ് ആണ് ഇതിന്റെ ചുമതല. ഈ ഇൻഷുറൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ആ ചുമതലക്കാരായിട്ട് ഈ ബയോളജിസ്റ്റ് ഇവിടെ എത്തിയത്. അതിനേതാണ്ട് മുമ്പ് ഈ DMOയുടെ അധീനയിലായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഒരു മതിയായ ഒരു ഉദ്യോഗസ്ഥ ഇല്ലാതെ ഇരിക്കുകയും അതിന്റെ കാരണത്താൽ ഈ വാഹനത്തിൽ ഏതാണ്ട് ഒറ്റയ്ക്കോ രണ്ടുപേർക്കോ പോയി ചെയ്യാവുന്ന ഒരു പകർച്ചവ്യാധികൾ വരാതിരിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിനകത്തുനിന്ന് ഏതാണ്ട് 5ഓളം 10ഓളം പേരുകൾ ചേർന്നാണ് ഈ പ്രദേശത്ത് അത്തരം രോഗവ്യാപനം തടയുന്നതിന് വേണ്ടി രോഗം വ്യാപിക്കുകയാണെങ്കിൽ അത് വ്യാപിക്കാതിരിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടി വളരെ അത്യാവശ്യമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാഹനമാണ്. MLA MP ഒക്കെ അവരെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് കൊടുക്കുമ്പോൾ ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവാൻ വേണ്ടിയല്ലേ ഈ വാഹനമൊക്കെ വാങ്ങി കൊടുക്കുന്നത്. അത് തീർച്ചയായിട്ടും. അപ്പൊ അവരത് നിരുത്തരവാദപരമായിട്ടല്ലേ കാണുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു സ്കൂട്ടർ പോലും ഇൻഷുറൻസ് തീർന്ന അന്നേരം നമ്മൾ എവിടെന്നെങ്കിലും കടം മേടിച്ച് ആ ഡേറ്റിന് മുമ്പ് എടുക്കണം. ഇനി അത് ഒന്നേനെ ടെസ്റ്റ് ചെയ്തൊക്കെ വേണം. ഇൻഷുറൻസ് കുറെ പ്രൊസീജിയർ ഉണ്ട്. പെട്ടെന്ന് ഇങ്ങനെ തീർന്നു കഴിഞ്ഞ വാഹനം ഉടനെ ആ പൈസ കൊടുത്താൽ കിട്ടത്തില്ല. വണ്ടി കൊണ്ട് കാണിക്കേണ്ടി വരും. അപ്പൊ ഇത് ദിവസം ജോലി സമയം അവര് 8 മണിക്കൂറിന് ജോലിക്ക് വന്നിട്ട് ഈ ജോലി സമയത്ത് ജനങ്ങൾക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രദേശങ്ങളിൽ പോയി ഇതൊക്കെ പ്രാണിയുടെയോ ജന്തുക്കളെ എന്തെങ്കിലും അസുഖങ്ങൾ വരാതെ അവിടെയൊക്കെ പരിശോധന നടത്തി ജനങ്ങൾക്ക് സുരക്ഷിത ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ് വെക്ടർ യൂണിറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അവര് ഇത്തരം നിരുത്തരവാദപരമായി കാണിക്കുന്നത് ശരിയല്ലല്ലോ. ബന്ധപ്പെട്ട അധികാരികൾ പിന്നെ ബോധ്യപ്പെടുത്തണം. അവര് വന്ന് നോക്കട്ടെ എന്താണ് അതിന്റെ കംപ്ലൈന്റ് എന്നുള്ളത്. ഇൻഷുറൻസ് തീർന്നു, പക്ഷെ അത് ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയുടെ കെടുകാര്യസ്ഥയുടെ ഉത്തമ ഉദാഹരണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടല്ലേ. അതെ. എന്തായാലും അത് പരിഹാരം ഉടനെ കാണും. ഇത് പഴയ ആരോഗ്യമന്ത്രി പഴയ സർക്കാരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ പുതിയ സർക്കാരിന്റെ തലേ വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അവർ മനസ്സിലാക്കിയത് ചെയ്യട്ടെ. അതെ. ഈ വെക്ടർ യൂണിറ്റിന്റെ ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ജില്ലയിലെ പ്രാണിജന്യ രോഗങ്ങളുടെ ഇതിന്റെ നിരീക്ഷണവും അതിന്റെ നിയന്ത്രണവും, അതേപോലെ മന്ത്, മലമ്പനി രോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള രക്തപരിശോധന, അത് ജില്ലക്കാരായാലും ഇതര സംസ്ഥാന തൊഴിലാളികളാണെങ്കിലും ഇവരെയൊക്കെ പരിശോധിക്കണം. അതേപോലെ തന്നെ മന്ത്, മലമ്പനി, ജപ്പാൻ ജ്വരം, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, കരിമ്പനി, ചെള്ളുപനി, കുരങ്ങുപനി തുടങ്ങിയ ഈ പ്രാണി സംബന്ധമായ ജന്യരോഗങ്ങൾ കാരണമാകുന്ന പ്രാണികളെ നിരീക്ഷിക്കാനും അതിന്റെ നിയന്ത്രണവുമായിട്ട് ഈ പ്രവർത്തനമുള്ള അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കലും സമർപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പോകുന്നത്. അതാണ് ജില്ലയിലെ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് വെക്ടർ സർവൈലൻസും വെക്ടർ കൺട്രോൾ തുടങ്ങിയുള്ള വിഷയങ്ങളിൽ ഇതിന്റെ പരിശീലനം കൊടുക്കണം. അവർക്ക് തുടർ പഠനം നൽകണം. അതേപോലെ തന്നെയാണ് ഇതിന്റെ വെക്ടർ ബോൺ ഡിസീസുമായിട്ട് ഉള്ള നിരീക്ഷണ യന്ത്ര പ്രവർത്തനങ്ങൾ, അതിനെ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകണം. അതേപോലെ തന്നെ പ്രാണിജന്യ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനം, ജനങ്ങളുടെ സ്വയം ശാക്തീകരണത്തിന് ഉതകുന്ന രോഗപ്രതിരോധ പങ്കാളിത്ത പ്രവർത്തനങ്ങളും ഒക്കെ നടത്തേണ്ട വളരെ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനമാണ് ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ളതാണ്. ഇവിടെ ഉള്ള ഇവിടെ അതിന് 10-25 പേരിലധികം വരുന്ന ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് ജീവനക്കാരും ഉണ്ട്. ഇവരെല്ലാവരും കൂടാണ് ഈ വാഹനത്തിൽ കയറി ഏത് സ്ഥലത്താണ് ഇങ്ങനെ രോഗങ്ങൾ വ്യാപിക്കുന്നത് അത് കണ്ടെത്താനും അതിനു വേണ്ടിയൊക്കെയാണ് മുകേഷ് MLA ഇത്തരം ഒരു വാഹനം കൊടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ ജനപ്രതിനിധികളെ MP ആയാലും MLA ആയാലും അവരുടെ ആസ്തി വികസനത്തിന് വേണ്ടി പലരും ആവശ്യപ്പെടുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ ഈ ആരോഗ്യ വകുപ്പിന് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോഴൊക്കെയാണ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നത്. ഇത്തരം മേടിച്ച് വെക്കുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന വാഹനങ്ങൾ അത് കംപ്ലൈന്റ് ആക്കി ഇടുക, അല്ലെങ്കിൽ അതിന് ഇൻഷുറൻസ് എടുക്കാതെ വണ്ടി ഓടിക്കാൻ പറ്റാതെ ഇരിക്കുക, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഉത്തരവാദപ്പെട്ടവർ അത് ബോധപൂർവമായിട്ട് നിർത്തലാക്കിയാണോ അതോ അതിന്റെ ഈ മറ്റുള്ളവർ ഈ വാഹനമില്ലെങ്കിൽ ജോലിക്ക് പോകാത്തില്ല, അവരിവിടെ വന്നു പോകുന്ന അല്ലാതെ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് സമൂഹത്തിൽ ഉള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടുന്ന നല്ല ഒരു പ്രവർത്തനം നടത്താൻ അവർക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അതിന് ആരെങ്കിലും തടസ്സപ്പെടുത്താൻ, അവർക്കുള്ള ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്തതിനൊക്കെ വ്യക്തമായ ഒരു അന്വേഷണം
അന്വേഷണം എന്തായാലും DMO കാണുന്നുണ്ട്. അത് ഇവിടുള്ള ബയോളജിസ്റ്റ് നമ്മളോട് പ്രതികരിക്കുന്നില്ല. അവർക്ക് സർക്കാർ ജീവനക്കാരെന്നുള്ള നിലയിൽ ഓരോ കാര്യങ്ങൾക്കും സംസാരിക്കുന്നതിനൊക്കെ ഭയപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇതാണ് ഇത് ഇവിടുത്തെ വെക്ടർ യൂണിറ്റിനെ സംബന്ധിച്ച് കൊല്ലം ജില്ലയിലെ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ട വലിയ ഒരു പ്രവർത്തനം നടക്കേണ്ട ഒരു സ്ഥലത്താണ് ഇങ്ങനെ ആരോഗ്യ വകുപ്പിന്റെ ഈ വാഹനത്തിന് ഇൻഷുറൻസ് തീർന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വളരെ ദുഃഖകരമാകുന്ന ഒരു കാര്യമാണ്. അതിന് ഉത്തരവാദിത്ത ബോധമില്ലാത്ത ആരാണോ പ്രവർത്തിച്ചത്, മുൻ ആരോഗ്യമന്ത്രിയുടെ കാലത്താണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഈ പുതിയ ഭരണം വന്നതേ ഉള്ളൂ. പുതിയ ആരോഗ്യമന്ത്രിയും പുതിയ സർക്കാരും ഒക്കെ വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. എന്തായാലും മുൻ ആരോഗ്യ വകുപ്പിൽ നിന്നും അവർ ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മതയോടെ അത് കൈകാര്യം ചെയ്യില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മലയാളി വാർത്ത, രാംഭദ്രൻ.